കണ്ണിണയായി ഹായ് മൈലാഞ്ചി കൈവിരലായി മഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നീതൊരു പട്ടുറുമാ തങ്കക്കിനാവുകളായി ഹായ് ഹായ് താളത്തിൽ പാടുകയായി മണി മഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാ പട്ടുറുമാനിത് പാട്ടുറുമാ പട്ടുറുമാനിത് പാട്ടുറുമാ. മാപ്പിളപ്പാട്ടിന്റെ പട്ടുതൂവാലയുമായി യുവഗായകർ ഈ ഇശൽ താഴ്വരയിലേക്ക് എത്തുന്നു. ആവേശം വാനോളം ഉയർത്തുന്ന മത്സരാർത്ഥികൾ ഈ വേദിയെ ധന്യമാക്കുന്നു. ഈ ധന്യതയിലേക്ക് പട്ടുറുമാലിലേക്ക് ഏവർക്കും സ്വാഗതം. പട്ടുറുമാലിന്റെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മാപ്പിളപ്പാട്ടിന്റെ സ്നേഹഗായകൻ ഫിറോസിക്ക, പാട്ടും കളിയും ചിരിയുമായിട്ട് ഈ വേദിയെ ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് കൊണ്ടുവന്ന നമ്മുടെ സ്വന്തം നജീം അർഷാദ്, മാപ്പിളപ്പാട്ടിന്റെ സൗന്ദര്യം സജ്ല സലീം, പട്ടുറുമാലിന്റെ ഈണവും താളവുമായി ഓർക്കസ്ട്ര ടീം, ഉമ്മുൽ മെഹബൂബ റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് എത്തുന്നത് സാൻഡ്ര. കുട്ടിയായിട്ടുണ്ടല്ലോ സാൻഡ്ര. സാൻഡ്രയെ പോലെ തന്നെ മുഖച്ഛായുള്ള അതുപോലെ തന്നെ സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നുണ്ട്. അതല്ലേ അമ്മ? അല്ലേ? അമ്മയുടെ പേരെന്താണ്? ശ്രീജ. ശ്രീജ. സാൻഡ്രയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ഹെപ്സിബ എന്ന് പേരിട്ടത്? അമ്മയെ കാണുമ്പോൾ ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. ഹെപ്സിബ ഇഷ്ടം ആണ് അർത്ഥം. ഇഷ്ടമാണ് എന്നാണോ അർത്ഥം? അപ്പൊ അമ്മയ്ക്ക് സാൻഡ്രയെ ഒത്തിരി ഇഷ്ടമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഹെപ്സിബ എന്നുള്ള പേരിട്ടത്? അങ്ങനെയാണോ? അങ്ങനെയാണ്. ശരി സാൻഡ്ര, സാൻഡ്ര കുറച്ച് കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞു വെച്ചിട്ടില്ലേ? അമ്മയോട് തുറന്ന് സംസാരിക്കാൻ എല്ലാം പറയും. എല്ലാം പറയും. എല്ലാം പറയാറുണ്ടോ സാൻഡ്ര? പറയാറുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറയാത്ത കാര്യങ്ങളല്ലേ? എന്താണെങ്കിലും അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് ഇവിടെ സാൻഡ്ര പറഞ്ഞിട്ടുള്ളതെന്ന്. സാൻഡ്രയുടെ ഖൽബിൽ നിന്നും അമ്മയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാം. ഹായ് മമ്മി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ മമ്മി. മമ്മി ഇല്ലാതെ ഞാനുണ്ടാവില്ല. എൻ്റെ ജീവിതത്തിൽ അത്രത്തോളം അമ്മ ഇൻവോൾവ് ആണ്. അമ്മയും ഞാനും വിട്ടിട്ട് ഒരു സമയം പോലും ഉണ്ടാവില്ല, വീട്ടിലാണേലും പുറത്താണേലും. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വേറെ ആരുമായിട്ടും എനിക്കില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവത്തുമില്ല. ഞാൻ എൻ്റെ അമ്മയായിട്ട് ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരെങ്കിലും ചോദിച്ചാൽ സാന്ദ്രയ്ക്ക് എന്താ പറ്റിയേ, അമ്മയ്ക്ക് ഒരിക്കലും ഉത്തരം മുട്ടില്ല. എനിക്കെന്താണ്, എൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ എൻ്റെ അമ്മയ്ക്ക് പറയാൻ പറ്റും. അമ്മയുടെ ഒരു കൺപീലി അനങ്ങിയാൽ എനിക്ക് പറയാൻ പറ്റും എന്തിനാണ് അമ്മ വിഷമിച്ചത്. എൻ്റെ കണ്ണ് നിറഞ്ഞ എൻ്റെ അമ്മയ്ക്ക് കാണാൻ പറ്റൂല. ഞാൻ കരയുമ്പോൾ അതുപോലെ എൻ്റെ അമ്മയുടെ മനസ്സും അതുപോലെ ആയിരിക്കില്ല, അതിൻ്റെ ഇരട്ടി വിഷമിക്കും. അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മേനെ. ഞാനിപ്പോൾ ഈ ഫ്ലോറിൽ നിൽക്കുന്നത് തന്നെ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ്. ഞാൻ പാടാനൊരു അക്ഷരം ഒരുങ്ങിയാൽ എൻ്റെ പുറകിലുള്ള ഏറ്റവും വലിയ ഊർജ്ജമാണ് എൻ്റെ അമ്മ. എനിക്ക് അമ്മയില്ലാതെ ഒരു സ്റ്റേജിൽ ഞാൻ നിന്നിട്ടുണ്ടാവില്ല. എപ്പോഴും ഞാൻ പാടാൻ തുടങ്ങുമ്പോൾ ഞാൻ ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ടേ തുടങ്ങാറുള്ളൂ. അതെനിക്കെൻ്റെ ധൈര്യമാണ് എനിക്കത്. ഇന്ന് ഞാനിവിടെ പാടുന്ന പാട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഐ ലവ് യു സോ മച്ച്. ജീവാമൃതം പോലെ നീ ഇന്നും തരുന്നു
നെടുവീർപ്പിൻ ഇടയിൽ ഞാൻ നടക്കുന്ന വഴിവക്കിൽ കുളിർ വെൺചാമരം വീശി തരും എന്നുമ്മ. ജീവാമൃതം പോലെ എനിക്കെന്നും തരുന്നു നന്മ.
സാൻഡ്രയുടെ പാട്ടിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ശ്രീജ മമ്മിയും കൂടെ വേദിയിലേക്ക് ക്ഷണിക്കാം. സാൻഡ്രയ്ക്ക് പറയാനുള്ളതും കേട്ടു, പാടാനുള്ളതും കേട്ടു, എന്തൊക്കെയോ തിരിച്ചു പറയണമെന്ന് ഉണ്ടെന്നറിയാം. എന്താണ് മോളെ കുറിച്ച് പറയാൻ? എൻ്റെ ഒരു തണലാണ് എൻ്റെ മകള്. ഒരു പ്രായമായ കുട്ടി സംരക്ഷിക്കുന്ന പോലെ ഇന്ന് എന്നെ നോക്കുന്നുണ്ട്. എനക്കൊന്നും ഇല്ലാതെ പോയ ചില പ്രത്യേകതകൾ ഞാനായാലും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച, ജീവിതത്തിൽ ആഗ്രഹിച്ച ചില പ്രത്യേകതകൾ സാന്ദ്രക്കുണ്ട്. അത് തന്നെ എൻ്റെ വലിയ ഭാഗ്യം. അപ്പോ മമ്മിയുടെ ആഗ്രഹങ്ങളെല്ലാം സാൻഡ്രയിലൂടെ. ശരിയാണ്, എൻ്റെ ഒരു ജീവിത സാഫല്യം എന്ന് പറയാം. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി നമുക്ക് സാൻഡ്രയുടെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു ജഡ്ജസിനോട് ചോദിക്കാം. ഫിറോസിക്ക, ഞങ്ങളെ ഇവിടെ ഇരുത്തില്ല നിങ്ങൾ എന്നൊരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലേ? കുറഞ്ഞ മിസ്സിങ് കുറച്ച് സ്ഥലത്തൊക്കെ വന്നിരുന്നു. മോള് ചില ട്വിസ്റ്റുകളൊക്കെ മിസ്സാവുന്നു. അതായത് ചരണത്തിൽ സമർപ്പിച്ച എന്ന് പറയുന്നൊരു ഭാഗമില്ലേ, പിന്നെ മഹത്വം ഞാൻ മറക്കാതെ എന്നൊരു ഭാഗം വരുന്നില്ലേ, പിന്നെ അവസാനം ദവാമൻ ദൗമ എന്ന് പാടുന്ന ഭാഗത്തൊക്കെ ഒരു പെർഫെക്ഷൻ കുറവ് എന്നേ അതിനെ ഞാൻ പറയുള്ളൂ. കുഞ്ഞു സംഘം. മോള് അനുപല്ലവിയുടെ ആ തുടക്കം ഒന്ന് പാടി തന്നെ എനിക്ക്. എനിക്കായി സഹിച്ചല്ലോ ഒരുപാട് പ്രയാസങ്ങൾ, ഉലകിൽ ഞാൻ അവർക്കെന്ത് എന്നൊക്കെ പാടുന്നതിൽ വരേണ്ട ചെറിയ ട്വിസ്റ്റ്. ഉലകിൽ ഞാൻ അങ്ങനെ സാധനം വരൂല്ലേ നമ്മള്? ഉലകിൽ ഞാൻ അവർക്കെന്ത് ഇല്ലേ? അത് എടുത്തു പറയാനുണ്ടോ എന്ന് വിചാരിക്കും നമ്മൾ. അത് എടുത്തു പറയാനൊന്നുമില്ല. എന്നാൽ അതാണ് പാട്ടിന്റെ ചെറിയ സംഗതികൾ. ആ ഒരു ചെറിയ സംഗതി മിസ്സിങ് എനിക്ക് ഈ പാട്ടിൽ മൊത്തം സ്ഥലത്തൊക്കെ ഇങ്ങനെ കുറഞ്ഞ ഫീൽ. ഞാനിത് ഈ പാട്ട് മോള് പാടിയപ്പോൾ ഉമ്മയെ കാണാനുള്ള കുട്ടിയുടെ ആഗ്രഹം ഉപ്പയോട് പറയുന്ന ഒരു പാട്ട്. ദാസേട്ടനും വിജയാന്ന് പലർക്കും അറിയില്ല. വിജയ് കൊച്ചുമോനാവുന്ന സമയത്ത്, വിജയ് യേശുദാസ് കുട്ടിയാവുന്ന സമയത്ത് ആദ്യം പാടുന്ന, കളിക്കുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് സ്റ്റുഡിയോയിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് പാടിച്ചു എന്നാണ് ഔക്കുബായി എന്നോട് പറഞ്ഞത്. കളിയിലായിരിക്കും, അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് ദാസേട്ടൻ്റെ മോനല്ലേ പാടണം എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇംഗ്ലീഷിൽ എഴുതി കൊടുത്ത് പാടിച്ചൊരു പാട്ട്. മോൾക്കറിയോ ഇത്? ഉമ്മയെ ചോദിച്ചു പൊന്നു. ഞാനും സജിലയും കൂടെ ഒന്ന് പാടിത്തരാം അതിൻ്റെ ഒരു നല്ലവരി. ഉമ്മയെ ചോദിച്ചു പൊന്നും മോള് കരയല്ലേ, ഉപ്പയുടെ കൽവിനുള്ളിൽ തീ പടർത്തിയിടല്ലേ. ഉമ്മയെ കണ്ടിട്ടെനിക്ക് പൂതി തീർന്നിട്ടില്ല, ഉമ്മ നൽകി പോറ്റുവാനും മച്ചി വന്നതില്ല. ഉമ്മയെ ചോദിച്ചു പൊന്നും മോള് കരയല്ലേ, ഉപ്പയുടെ കൽവിനുള്ളിൽ തീ പടർത്തിയിടല്ലേ. ഉമ്മയെ കണ്ടിട്ടെനിക്ക് പൂതി തീർന്നിട്ടില്ല, ഉമ്മ നൽകി പോറ്റുവാനും മച്ചി വന്നതില്ല. താങ്ക് യു ഫിറോസിക്ക. സജിലത്ത, അമ്മയും മോളും തമ്മിൽ എത്രത്തോളം നിങ്ങൾ എത്രത്തോളം ഡീപ്പാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹം. അത് ആദ്യം സാന്ദ്ര അവിടുന്ന് ആ വീഡിയോ ക്ലിപ്പിൽ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ എത്രത്തോളം അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ളത്. എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കട്ടെ കേട്ടോ. ആ ഒരു ഫ്രണ്ട്ലി റിലേഷൻ എപ്പോഴും അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. അമ്മയ്ക്ക് എന്താണ് അഭിമാനം തോന്നുന്നുണ്ടോ സാന്ദ്രയെ കുറിച്ച്? അതാ കണ്ണുനീരിൽ കാണുന്നുണ്ട്. ഫിറോസ്ക പറഞ്ഞ പോലെ തന്നെ എനിക്ക് യഹിഷാനൊക്കെ പോലെ തന്നെയാണ് തോന്നുന്നത്. സാന്ദ്ര പാടുന്നുണ്ട്, പക്ഷേ എന്തൊക്കെയോ ഒരു മിസ്സിങ്. അത് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ട് സാന്ദ്ര.
പാടി വരുന്നതിൽ അനുപല്ലവിയും ചരണൊക്കെ ഫസ്റ്റ് പോർഷനൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നീട് വരുന്ന പോർഷനൊക്കെ കുറച്ചുകൂടി ഒന്ന് വൃത്തിയാവാമായിരുന്നു, കുറച്ചുകൂടെ ആവായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു. അപ്പം എന്താ ചെയ്യാ അതിനു വേണ്ടിയിട്ട്? നന്നായി പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ സാന്ദ്ര. ഇതിലും ബെറ്റർ ആയിട്ട് പാടാൻ സാധിക്കട്ടെ. താങ്ക് യു സജ്ലത. നജീമക്ക, നല്ലൊരു പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, നല്ല അർത്ഥവത്തായിട്ടുള്ളൊരു പാട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണല്ലേ പറഞ്ഞു, മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ചുകൂടെ പിച്ച് താഴ്ന്നു പോയെന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഇപ്പം ഈ ഒരു ഉദാഹരണം പാടി വേറൊരു പാട്ടെടുത്ത് തന്നപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വേറെ ആയിരുന്നു. പിന്നെ ത്രൂ ഔട്ട് പിച്ച് ഔട്ട്സ് ആയിരുന്നു കംപ്ലീറ്റ്. ഏകദേശം ഞാൻ ഈ നെടുവീർപ്പൊക്കെ കംപ്ലീറ്റ് തുടങ്ങിയതേ പ്രശ്നമായിരുന്നു, കൺട്രോൾ ആയിരുന്നില്ല ടോട്ടലി. അപ്പോൾ അതാണ് എനിക്ക് മ്യൂസിക്കലി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കംപ്ലീറ്റ് എല്ലാം കൈവിട്ടു പോയൊരവസ്ഥയായിരുന്നു. ഇനി അടുത്ത തവണ വരുമ്പോഴത്തേക്ക് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള പിച്ച്, ആ പാട്ടിനനുസരിച്ചുള്ള ഒരു ശ്രുതി എടുത്തിട്ട് നല്ലവണ്ണം പാടി ഫലിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ വരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നജീമക്ക. ഇനി സാൻഡ്രയുടെ മാർക്സിലേക്ക് പോകാം. ഫിറോസിക്ക ഓൺ 40 36.5. സജ്ലത 27. നജീമക്ക ഔട്ട് ഓഫ് 30 26.5. സാൻഡ്രയുടെ ടോട്ടൽ മാർക്സ് 90 ഔട്ട് ഓഫ് 100. ഇനി സാൻഡ്രയ്ക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് H2O കാഷ്വൽ ഷർട്ട്സ്.